ദീപകിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കേരള പോലീസ്. നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ആരോപണം ഉന്നയിച്ച ഷിംജിത്ത മുസ്തഫ ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്കായി വടകരയിലും പരിസരപ്രദേശങ്ങളിലും പോലീസ് തിരച്ചിൽ ശക്തമാക്കി. സംഭവത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ ഇതാണ്. ആത്മഹത്യാ പ്രേരണാക്കുറ്റം. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 108 പ്രകാരം ജാമ്യമില്ലാ വകുപ്പാണ് ഷിംജിതയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണിത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും നോർത്ത് സോൺ DIG നേരിട്ട് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഷിംജിത പങ്കുവച്ച വീഡിയോകൾ എഡിറ്റ് ചെയ്തതാണോ എന്ന് കണ്ടെത്താൻ അവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂടാതെ ബസ്സിലെ മറ്റ് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ ഭാഗം ന്യായീകരിച്ച് രണ്ടാമതും വീഡിയോ പങ്കുവച്ച ഷിംജിത നിയമ നടപടികൾ ആരംഭിച്ചതോടെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. ഷിംജിത വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ അവർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളും പോലീസ് പരിഗണിക്കുന്നുണ്ട്. ദീപകിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഇപ്പോൾ ഉയരുന്നത്.